അവസാനം PM ശ്രീ പദ്ധതി കലങ്ങി മറിഞ്ഞ് കുഴഞ്ഞ് ചക്ക കുഴയും പോലെ ആയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിനും അതിനകത്തൊരു പുനർവിചിന്തനം വന്നിരിക്കുകയാണ്. കാരണം കേരളം പോലുള്ള ബംഗാൾ, കേരളം, ഡൽഹി, പഞ്ചാബ്, കർണാടക, തെലുങ്കാന തുടങ്ങി തമിഴ്നാട് ഒരുപാട് സംസ്ഥാനങ്ങൾ ഇതിലങ്ങത്തെ ആശങ്കകൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള പരിപാടിയാണോ ഇത്? സിലബസ് പരിഷ്കരണം ഇതിനകത്തുണ്ടോ? കരിക്കുലം റിവിഷൻ വരുമോ? ഇതെന്താണ് പരിപാടി എന്നുള്ള ഒരുപാട് ആശങ്കകൾ പറഞ്ഞു. നിങ്ങൾ പണം തരുന്നു ശരിയാണ്, പണത്തോടൊപ്പം കുറേ ആശങ്കകൾ കൂടി തന്നാൽ പറ്റില്ല. ഞങ്ങളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും സംസ്കാരവും ഒക്കെ തകിടം മറിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞ് 6-7 സ്റ്റേറ്റുകളാണ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത്. കേരള സർക്കാർ പിണറായി വിജയൻ്റെ കാലത്ത് PM ശ്രീയിൽ ഒരു ഒപ്പ് വച്ചെങ്കിലും ആ ഒപ്പ് വച്ചത് വലിയ വയ്യാവേലിയായി അവസാനം വച്ച ഒപ്പിൽ നിന്നും തലയൂരി നിൽക്കുകയാണ് ശിവൻകുട്ടിയും സംഘവും. അപ്പോഴാണ് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ പഴയ ഗവൺമെൻറ്റാണ് ഇതിനകത്ത് ഒപ്പ് വച്ചത്, ഞങ്ങൾക്കിതിനെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള നിലയിൽ രതീഷിൻ്റെ വരെ, അതായത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിട്ടുള്ള രതീഷ് അടക്കമുള്ള ആളുകൾ ലേഖനവുമായി വന്നു. ഇത് പ്രയാസമാണ് PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ. കേന്ദ്ര ഗവൺമെൻറ് ചെയ്തൊരു വലിയ ഒരു അടവ് നയം തന്ന് പറയുന്നത് PM ശ്രീക്ക് പൈസ ഒപ്പ് വച്ചാലേ നിങ്ങൾക്ക് SSAയുടെ പൈസ തരത്തുള്ളൂ. SSAയുടെ പൈസ കിട്ടിയില്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്പെഷ്യൽ സ്കൂൾ പരിപാടികളും അതിലെ അധ്യാപകർക്ക് അടക്കം പണം മുടങ്ങും. അങ്ങനെ ആകെ കുഴഞ്ഞാണ് കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനെ ടൈപ്പ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. SSAയിലുള്ള 1000ഓളം കോടി രൂപ കിട്ടാതാകുന്നത് PM ശ്രീയിൽ ഒപ്പിടാത്തതുകൊണ്ടാണ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. പക്ഷെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് CPIയും CPMും തമ്മിലൊക്കെ ഇവിടെ വലിയ കുഴഞ്ഞ് മറിഞ്ഞ പ്രശ്നങ്ങളായത്. എന്തായാലും പുതിയ UDF സർക്കാർ PM ശ്രീ പദ്ധതിയുടെ ഞങ്ങളുടെ ആശങ്ക ഇതൊക്കെയുണ്ട്, അതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തെഴുതാനൊരു തീരുമാനമെടുത്തു. ഇതിനിടയിലാണ് എല്ലാം ട്വിസ്റ്റ് ആയിക്കൊണ്ടുകൊണ്ട് 22-ാം തീയതി ഡൽഹിയിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം ധർമ്മേന്ദ്ര പ്രധാൻ വിളിച്ചിട്ടുള്ളത്. അത് 2 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന് PM ശ്രീ പദ്ധതിയും, രണ്ടാമത് നീറ്റും UGCയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയും വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. നീറ്റ് വേണോ അതോ മാർക്ക് അടിസ്ഥാനത്തിൽ പോരെ അഡ്മിഷൻ എന്നൊക്കെ ഉള്ള നിലയിൽ വലിയ വിവാദം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നീറ്റിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്നാണ് അറിയുന്നത്. കേന്ദ്രത്തിലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ 2 പേർ നിരാഹാരത്തിലാണ്. ഒരാൾ ആശുപത്രിയിലേക്ക് മാറി, ഒരാൾ ആശുപത്രിയിൽ പോയി, പിന്നെ ഒരാൾ അഭിജിത്ത് ദീപക് നിരാഹാരത്തിലുമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ വലിയ നിരാഹാരത്തിലുമാണ്. അപ്പോൾ ഒരു വശത്ത് സമരം നടക്കുന്നു ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനായിട്ട്, മറുവശത്ത് വിദ്യാഭ്യാസ മന്ത്രി നാളെ യോഗം വിളിച്ചിരിക്കുകയാണ്. നാളെ അല്ല, മറ്റന്നാൾ 22-ാം തീയതി യോഗം വിളിച്ചിരിക്കുകയാണ്. ആ യോഗത്തിൽ വെച്ച് PM ശ്രീയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിലെ നീറ്റിനെയും UGCയെയും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള വലിയ ചർച്ച നടക്കും. അതുപോലെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വന്നിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി UGCയും AICTയും ഒക്കെ നിർത്തിക്കൊണ്ടുള്ള പുതിയ പദ്ധതിയും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചർച്ച ചെയ്യുന്ന മീറ്റിംഗ് മറ്റന്നാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ കേരളം ആശങ്ക അറിയിക്കാനുള്ള കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PM ശ്രീയിൽ കേന്ദ്രം വഴങ്ങുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. അപ്പോൾ അതിനനുസരിച്ച് കേരളവും ടൈറ്റ് ചെയ്യുന്നു. അപ്പോൾ കേരളവും കേന്ദ്രവും ഞാനീ പറഞ്ഞ നിരവധി സ്റ്റേറ്റുകളും തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും അതുപോലെ പഞ്ചാബും അടക്കമുള്ള നിരവധി സംസ്ഥാനങ്ങൾ ഇതിനെതിരെ നിൽക്കുന്നു. ആ സംസ്ഥാനങ്ങളുടെ അഭിപ്രായവും കൂടി എടുത്തുകൊണ്ടുള്ള പുതിയൊരു പാക്കേജ് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ PM ശ്രീയുടെ അടിമുടി PM ശ്രീ മാറുമോ? PM ശ്രീയിൽ കൊടുത്തിരിക്കുന്ന നിബന്ധനകളെല്ലാം കേന്ദ്ര സർക്കാർ പിൻവലിച്ച് 2 കൂട്ടർക്കും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും കൂടി അതിൻ്റെ കരാറിൽ നിന്ന് പിന്മാറാനുള്ള വ്യവസ്ഥകൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ കരാർ ഉണ്ടാവുമോ, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പുതിയതുണ്ടാവുമോ എന്നുള്ളതാണ് വിദ്യാഭ്യാസ രംഗത്തെ വിചക്ഷണരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിദഗ്ധരും രാഷ്ട്രീയ നേതൃത്വവും കാത്തിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം PM ശ്രീയിൽ തൊട്ടതോടെ കൈ പൊള്ളിയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിന്. CPI CPM എന്നതിൻ്റെ പേരിൽ വലിയ പൊള്ളലാണ് ഏറ്റത്. ഇനി വീണ്ടും കൈ പൊള്ളിക്കാൻ എന്തായാലും VD സതീശൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ പാകതയോടെയും പക്വതയോടെയും ആയിരിക്കും PM ശ്രീയിൽ ഒരു തീരുമാനമുണ്ടാവുക.